8.1 കിലോമീറ്റർ തുരന്ന് അങ്ങോട്ട് പോകണം. ഒരു ഭാഗം അങ്ങോട്ട് തുറക്കാൻ പോയിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് നോക്കിയൊക്കെ എന്താ വർക്ക് കാണുന്നുണ്ടോ നോക്കാം. യെസ്, അവിടെ നമ്മളെ ബൂമർ മെഷീൻ തോളിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അവരുടെ സൈറൻ മുഴുവൻ കേട്ടോ, പൊട്ടിക്കുന്ന സമയത്ത് അവിടെ പാറ ഒക്കെ പുറത്തേക്കിട്ട് തെറിക്കുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലോസിങ്, അതായത് ഷീറ്റ് തന്നെ, ഷീറ്റ് കൊണ്ട് നല്ല കട്ടിയുള്ള ഷീറ്റ് കൊണ്ട് അവിടെ മറച്ചിട്ടുണ്ട്. സാറായി നിങ്ങളെവിടുന്ന് വരിക? കാഞ്ഞങ്ങാട് ടൂറാ. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന വർക്ക്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാന വർക്ക് കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാതയുടെ വർക്കിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അതിൽ നമ്മൾ ആനക്കാമ്പൊയിൽ ഭാഗത്ത് സ്റ്റാർട്ടിങ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്താളിട്ടോ. ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ കാണിച്ചു തരാം. ഏതായാലും ഈ ആനക്കാമ്പൊയിൽ ഭാഗത്ത് വന്നിട്ട് ഇത്രയും വൃത്തിയായിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുന്നത് ഇപ്പോഴാട്ടോ. ഇത് നമ്മുടെ മറിപ്പുഴയ്ക്ക് കുറുകെ വരുന്ന നമ്മുടെ തുരങ്കപാതയിലേക്കുള്ള ഒരു പാലം വരുന്നൊരു ഏരിയയാണ് മറിപ്പുഴ. അതിൻ്റെ അടിയിൽ കൂടി അങ്ങോട്ട് ഒഴുകുന്നുണ്ട്. ഇരവഴിഞ്ഞിപ്പുഴയുടെ ഒരു സ്റ്റാർട്ടിങ് ഏരിയ കേട്ടോ. ഇവിടേക്ക് മറിപ്പുഴ എന്നാണ് പറയാം. രണ്ട് ഭാഗവും തുറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു ഭാഗം കുറച്ച് ഉള്ളോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം ഉള്ളോട്ട് പോയിട്ടുണ്ടെന്ന് ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് നോക്കാമെന്ന് വെച്ചാൽ എഞ്ചിനീയർമാരൊക്കെ ഉള്ളിലാണ്. അതിനുള്ളോട്ട് ആർക്കും പ്രവേശനമില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പാലം വരുന്നൊരു ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഒരു കാടൊക്കെ ആയിരുന്നു. ഇതൊക്കെ ഒന്ന് ഒരു മാന്തി റെഡിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വന്ന് വീഡിയോ എടുക്കാൻ ചെറിയൊരു അവസരമുണ്ട് കേട്ടോ. അത് എത്ര കാലം ഉണ്ടാകുന്ന അറിയില്ല. കുറേ വീഡിയോകൾ ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അവർ വീടുപടിയും വന്ന് തടയാൻ സാധ്യതയുണ്ട്. പാലം വർക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇതിൻ്റെ പണിക്കാർ തന്നെ അങ്ങോട്ട് വരില്ലെന്ന് പറയും. ആ ഏരിയ ഏതായാലും ഞാൻ ഈ തുരങ്കപാതൻ്റെ വർക്ക് കാണാൻ വന്നിട്ട് ഇത്രയും വൃത്തിയായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ കേട്ടോ. ഏതായാലും സൂപ്പർ. അവരുടെ താമസ സ്ഥലങ്ങളാണ് അതൊക്കെ. അതിൻ്റെ ബാക്കിൽ ബോളർ കൊണ്ടുപോയിട്ട് അവരെന്നെ മെറ്റലാക്കുന്ന പരിപാടി, എംസാൻഡാക്കുന്ന പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അവരൊരു ക്രഷർ അവർ സ്വന്തമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ബോളറുകൾ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് കുറേ വലിയ ലോറികൾ അവിടെ ബോളറായിട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അത് വേറെ ഇവിടുന്ന് എന്തായാലും ഇത്ര ലോഡ് കണക്കിന് ഞാൻ പുല്ലൂരാമ്പാറ നിന്ന് കയറി വരുന്നത് ഒരു 6 ലോഡ് അവിടെ പോകുന്ന കണ്ടു. അപ്പം ഇത്രയും ലോഡ് ഇവിടെ അവർക്ക് ശേഖരിക്കാൻ ഇത്രയും ബോളറുകൾ ഇവിടെ ശേഖരിക്കാനുള്ള ഒരു ഏരിയ ഇല്ല. അതുകൊണ്ടായിരിക്കും പുറത്തേക്ക് മാറ്റുന്നത് കേട്ടോ. മുകൾ ഭാഗം അവർ സെറ്റപ്പാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര ഹൈറ്റിലാറോ, ഹൈറ്റിൽ അവർ ഷോർട്ട് ക്രീറ്റ് വർക്കൊക്കെ ചെയ്ത്, അതൊക്കെ ഫുള്ള് കരിമ്പാറാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ ഷോർട്ട് ക്രീറ്റ് വർക്കൊക്കെ ചെയ്തിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇത് മൊത്തത്തിൽ കരിമ്പാറാണ്. ഈ മല മൊത്തം കരിമ്പാറാണ്. കാണാടാ, ഇതിന് മോൾ ഭാഗം കണ്ടാൽ തന്നെ അറിയാം ഫുള്ള് കരിമ്പാറാണ്. അപ്പം ഇവർ ചെക്ക് ചെയ്തപ്പം ഫുള്ള് കരിമ്പാറായിട്ട് തന്നെയാണ് ഇവർക്ക് അത് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളോട്ടെത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ വയറുള്ള പാറകളോ ഒക്കെ വരുമ്പം ഡേഞ്ചർ അവസ്ഥകളൊക്കെ വരും കേട്ടോ. ഒരുപാട് വർക്കെടുത്ത് പരിചയമുള്ള കമ്പനിയാണ് ദിലീപ് കൺസ്ട്രക്ഷൻ അല്ലേ, ഭോപ്പാൽ ആസ്ഥാനമായുള്ള കമ്പനി. ഇവരുടെ ഹെഡ് ഓഫീസ് വരുന്നത് കൊൽക്കത്ത ആണെന്ന് തോന്നുന്നു. ഏതായാലും ഇവിടെയാണ് 2 പാലം വരുന്നത്. എത്ര 150 മീറ്ററോ? ഇതിവിടെ സ്റ്റീൽ ബ്രിഡ്ജ് ആട്ടോ വരുന്നത്. ആ മീറ്റർ അവിടെ ബോർഡിൽ എഴുതി വെച്ചാൽ മറന്നുപോയി. ഈ രണ്ട് തുരങ്കത്തിനും 2 വെവ്വേറെ പാലം തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വർക്കുകൾ ഇതിപ്പോൾ ഏതായാലും 5 വർഷം പിടിക്കുമല്ലോ. 8.1 കിലോമീറ്റർ തുരന്ന് അങ്ങോട്ട് പോകണം. ഒരു ഭാഗം അങ്ങോട്ട് തുറക്കാൻ പോയിട്ടുള്ളൂ. നമ്മൾ അതിൻ്റെ ഉള്ളോട്ട് നോക്കിയൊക്കെ എന്താ വർക്ക് കാണുന്നുണ്ടോ നോക്കാം. യെസ്, അവിടെ നമ്മളെ ബൂമർ മെഷീൻ തോളിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും അവരുടെ സൈറൻ മുഴുവൻ കേട്ടോ. പൊട്ടിക്കുന്ന സമയത്ത് അവരവിടെ മൂടാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. അവിടെ പാറ ഒക്കെ പുറത്തേക്കിട്ട് തെറിക്കുന്ന തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു
ക്ലോസിങ്, അതായത് ഷീറ്റ് തന്നെ, ഷീറ്റ് കൊണ്ട് നല്ല കട്ടിയുള്ള ഷീറ്റ് കൊണ്ട് അവിടെ മറച്ചിട്ടുണ്ട്. ജോലിക്കാർ അരിയിലൊക്കെ പോലെ അവിടെ ഒന്ന് മറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സൈറൻ്റെ ആവശ്യമില്ല എന്നുള്ളൂ. ഇനിയിപ്പോൾ ഈ തുരങ്കം തുളയ്ക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ എന്തായാലും പ്രശ്നം തന്നെയാണ്. അവിടെയൊക്കെ പൊട്ടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. ഫസ്റ്റ് പാറ പൊട്ടിക്കുന്ന സമയത്ത് അത് ആ ഏരിയയിൽ നിന്നാണ് സ്വിച്ച് ഓൺ കർമ്മം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ, ഇനി വി.ഡി. സതീശനായിരിക്കും ചിലപ്പോൾ ഇനി ഉദ്ഘാടനം ചെയ്യാൻ. എന്തായാലും മൂപ്പരൊരു വരുത്ത് ഇങ്ങോട്ട് വരും. ഏതായാലും ഇവിടെയൊക്കെ ഫുള്ള് എന്തുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ റേഞ്ചിന് പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു മറിപ്പുഴ ഭാഗത്ത് മുത്തപ്പമ്പുഴ എന്ന് പറയും ഈ ഏരിയയിൽ. ഇതിൻ്റെ മുകളിൽ നല്ലൊരു ടവർ കൊടുത്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ മുകളിൽ തന്നെ എന്താ അത് ഫാമാന്ന് തോന്നുന്നു. യെസ്, അത് ഫാമാണ്. അതിൻ്റെ മുകളിലതാ ഇവിടെയൊക്കെ ആളുകളൊക്കെ എങ്ങനെ അങ്ങോട്ട് പോകുന്നത് കണ്ടിട്ട് പേടിയാണ്. അതിൻ്റെ മുകളിൽ ഇവിടെ ആനകൾ ഇറങ്ങുന്ന സ്ഥലമാട്ടോ. അവിടെ ഇപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ആന ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലൊക്കെ ആന ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞത് രാത്രിയിൽ ഇറങ്ങും, രാവിലെ ആകുമ്പോൾ വ്യക്തികൾ കയറി പോകും. ഇവിടുത്തെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇത് ഫോറസ്റ്റാണ് ഈ ഭാഗമൊക്കെ. വെള്ളരിമല എന്ന് പറഞ്ഞ മലയാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് സ്വർഗം കുന്ന് പറഞ്ഞ കുന്നാണ് ഈ കുന്ന്. ഇതാ ഇവിടെയൊക്കെ പ്രോപ്പർട്ടി, ഇവിടെയൊക്കെ പ്രൈവറ്റ് സ്ഥലങ്ങളാട്ടോ. അതൊക്കെ പണ്ട് കഴുങ്ങുകളൊക്കെ കണ്ടകൾ കമുക് എന്ന് പറയും. അതൊക്കെ ഒരുപാട് കൃഷി ചെയ്ത് കുരുമുളകൊക്കെ കൃഷി ചെയ്തൊരു ഏരിയ ആയിരുന്നു ഇതൊക്കെ. പിന്നെ കമുകിനും രോഗം ബാധിച്ച മഞ്ഞളിപ്പ രോഗം ബാധിച്ചുകൊണ്ട് അതൊക്കെ നശിച്ചു. കമുകില്ലാതെ കുരുമുളകും ഇല്ലല്ലോ. അതാണ് കുരുമുളകൊക്കെ ഒരുപാട് ലോഡ് കണക്കിന് സാധനങ്ങൾ പോയ ഏരിയ ആയിരുന്നു. എന്തായാലും ഇവിടുത്തെ ആളുകൾക്ക് കാണാനുള്ളൊരു അവസരമായി. നിങ്ങളെവിടുന്ന് വരിക? കാഞ്ഞങ്ങാട് ടൂറാ കാണാമെന്ന് കയറിയ അല്ലേ? ഏതായാലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, ഇവർ കാട് വെട്ടിത്തെളിച്ചുകൊണ്ട്. ഇത്രയും കാലം ഇതുവരെ ആളുകൾ വന്നിട്ട് മടങ്ങിപ്പോയല്ലാതെ. അവിടെ ആദ്യം പോയാൽ നിങ്ങൾ അവിടെ പോയതുകൊണ്ട് അവിടെ ഒരു കാര്യമില്ല, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ ഒരു വെട്ടിത്തെളിച്ചുകൊണ്ട് കാണാനുള്ള ഒരു അവസരമായി. അതന്നെ, ഇതിങ്ങനെ വെട്ടിത്തെളിച്ചുകൊണ്ടേ കാണാനുള്ള ഒരു അവസരമായി. 3-4 മാസമായിട്ട് ആളുകൾ വരുന്നവരൊക്കെ മടങ്ങിപ്പോയി, ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. ഏതായാലും ഇവിടെ പാലം വരാനുള്ള ഇല്ലല്ല ഇതൊന്നും ഒന്നാമത് അടിയില്ല, അവർക്ക് സാധനം കൊണ്ടുപോകാനുള്ള പാലം അതവിടെ നിർമ്മാണം കഴിയാറായി. ഇത് ഇവിടെ ഇപ്പോൾ അവിടുത്തെ എഞ്ചിനീയർമാർ വന്നിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ എന്തെങ്കിലും ഒരു കെട്ടണം, ആളുകൾ അങ്ങോട്ട് പോയാൽ പോയി. അതെ അതെ അതെ, കുറച്ച് ബാക്കോട് ഒന്നുകൂടി എല്ലാവരും. അതെ അതെ, ഏതായാലും മതി കുറച്ച് അത്ര പോണ്ടെങ്കിൽ അവിടെ നിന്നാലും കിട്ടും, പേടിപ്പിക്കല്ല. ഇവിടെ ഒരു കുറ്റി, യെസ്, ഈ ഒരു അവിടെ നിന്നാണ് നമ്മുടെ ബ്രിഡ്ജിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ആ സ്റ്റാർട്ടിങ് കഴിഞ്ഞിട്ട് 150 മീറ്ററിൻ്റെ സ്റ്റീൽ ബ്രിഡ്ജ് എന്നാട്ടോ ഇവിടുത്തെ ഒരു ആൾ പറഞ്ഞത്. നമുക്ക് ആ ബോർഡിലൊന്ന് പോയി നോക്കാം കറക്റ്റ് അളവ് എത്ര എന്നുള്ളത്. ഏതായാലും അത് അവിടെ എങ്ങനെ ഇവിടെ ഈ ഒരു ഉയർച്ച ഉണ്ടോ അതുണ്ടാവില്ല കേട്ടോ. അവിടെയൊക്കെ ഒരുപാട് മണ്ണ് എടുക്കാനുള്ള 9 മീറ്റർ ഇവിടെ താഴ്ത്താനുണ്ട് മണ്ണ്. 9 മീറ്റർ പറഞ്ഞാൽ എത്രയായി? 30 അടിയോളം താഴ്ചയിലേക്ക് മണ്ണ് പോകാറുണ്ട്. അതിനനുസരിച്ച് താഴ്ച തുരങ്കപ്പാതൻ്റെ അവിടെ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അതിലേ എങ്ങനെ ആ റോഡ് പോകുന്ന വഴി കേട്ടോ, സാധാ റോഡ് പോകുന്ന ഇവിടേക്ക് മുത്തപ്പമ്പുഴയ്ക്ക് വരുന്ന ആ റോഡ് തന്നെയാണ് നമ്മുടെ പുല്ലൂരാമ്പാറയിലേക്ക് ഇറങ്ങുന്ന റോഡ്. 8 കിലോമീറ്ററോളം ദൂരത്തിൽ 2 വരിപ്പാത 9 മീറ്റർ വീതിയിലുള്ള അടിപൊളി നല്ലൊരു ചുരം തന്നെ കേട്ടോ. അതും വളഞ്ഞ് ഒരു 6-7 എയർപിൻ വളവുകൾ വരുന്നുണ്ട് അതിൽ. ഇതൊക്കെട്ടോ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മലമുകളിൽ. എന്ത് രസമറിയോ ഇവിടെ വന്ന് എല്ലാം ഫുള്ള് ഓൾറൗണ്ട് മലയുടെ നടുവിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഹരമാണ് ഇവിടെ കാണാൻ. ഏതായാലും ഫോട്ടോ എടുത്ത് പൊളിക്കുന്നുണ്ട് ഇവിടെ കാണാൻ വരുന്ന ആളുകൾ.
ഏട്ടാ നിങ്ങൾ എവിടുന്ന് വരിക? എവിടുന്ന് വരിക? ആ നിങ്ങൾ കാഞ്ഞങ്ങാട് നിന്ന് വരിക അല്ലേ? ഓക്കെ. നിങ്ങളെല്ലാവരും കൂടെ ഉള്ളതല്ലേ? കൂടെ തന്നെ അല്ലേ? ഓക്കെ. യൂട്യൂബിൽ കാണാം കേട്ടോ, കുഴപ്പമില്ലല്ലോ. യൂട്യൂബിൽ കാണാം. ഞാൻ ഇതിൻ്റെ വീഡിയോ അങ്ങനെ ചെയ്യാൻ ഇടക്കിടക്കുന്നു. പേര് മോളൂസ് മിക്സിംഗ് വ്ളോഗ് എന്നാണ്. ആ എഡിറ്റ് ചെയ്ത് നാളെ. 2 തുരങ്കവും തമ്മിൽ 15 മീറ്റർ മാറ്റമുണ്ട് കേട്ടോ. ആ 15 മീറ്റർ 500 മീറ്റർ ഇടവിട്ട് ഓരോ പാസേജ് അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് എന്തെങ്കിലും അപകടമോ ബ്ലോക്കോ സംഭവിച്ചാൽ ഇപ്പുറത്തെ റൂട്ടിലേക്ക് കടക്കാനുള്ള അവസരം 500 മീറ്റർ ഇടവിട്ടിട്ട്. അതിൽ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും കേട്ടോ. എല്ലാ സൗകര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് തുരങ്കപാത എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലൂടെയുള്ള ഈ തുരങ്കപാത വരുന്നത്. എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു തുരങ്കപാതയ്ക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മുടെ ഈ കേരളത്തിലെ ഇരട്ട തുരങ്കപാതയിൽ വരുന്നുണ്ട് കേട്ടോ. ഏതായാലും ജോലിക്കാരൊക്കെ ഒരുപാട് നല്ല വെയിൽ തന്നെ കേട്ടോ. ഞാനും പൊട്ട വെയിലത്താണ്. അപ്പം ഇവരുടെ ആവശ്യത്തിനുള്ള ബോളറുകൾ ഇവിടെ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ബോളറുകൾ, അതായത് കൊങ്കൺ കമ്പനിയുടെ ഇവിടെ മുത്തപ്പുമ്പുഴ ഈ ഭാഗത്ത് എവിടെയോ സ്റ്റോർ ചെയ്യാമെന്ന് കേട്ടോ ഇവിടുന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അതുകൂടാതെ ഇവിടുന്ന് ലോഡ് മേപ്പാടി ഇവരുടെ മറ്റേ ഭാഗത്തേക്ക് അവിടെ ബോളറില്ല. അവിടുത്തെ സ്റ്റാർട്ടിങ് കുറേ മണ്ണാണ്. അവിടെ ഈ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നോക്കുകൂടിയായിട്ട് പിടിക്കാനും കുറച്ച് ബോളറിൻ്റെ അവിടെ ആവശ്യമുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ബോളർ പോകുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. എത്ര ദൂരം പോകണം. താമരശ്ശേരി ചുരം കയറി പോകേണ്ട എത്രയും വലിയ ലോഡ്. ടോറസ് അതിലൊക്കെ കയറി അങ്ങനെ പോയിക്കോളൂ അല്ലേ? എന്തായാലും എത്രത്തോളം സത്യമാണോ ഉള്ളതെന്നുള്ള അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടുന്നും ബോളർ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുന്നതിന് നല്ലത് അവിടെ നടന്ന് വാങ്ങിയാൽ പോലെ. അവർ ഇവിടുത്തെ ബോളർ അങ്ങോട്ട് എത്തിക്കുക. ഞാൻ പറഞ്ഞില്ല, ഒരു 5-6 വണ്ടി ഞാൻ അവിടെ കണ്ടിട്ടിട്ട്. അതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ എന്തൊക്കെയോ ജോലി, ഒരു പൈപ്പ് താഴത്തേക്ക് ഇറക്കി, എന്താ എന്തൊക്കെയോ ജോലികൾ മുകൾ ഭാഗത്ത് അവിടെയൊക്കെ പണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാർ, ഇതൊക്കെയാണ് നമ്മുടെ തുരങ്കപാതയുടെ വിശേഷങ്ങൾ കേട്ടോ. ഇതിങ്ങനെ വർക്ക് നടക്കുന്നതിനനുസരിച്ച് എത്രത്തോളം പോയി ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് മേപ്പാടി ഭാഗത്തെ വീഡിയോ ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എന്നാലേ വണ്ടി എടുത്തിട്ട് 2 വീലർ എടുത്ത് ഇങ്ങനെ എല്ലാ സ്ഥലത്തും പോകാനുള്ള ഒരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ സ്നേഹിതന്മാരെ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.